അങ്ങനെ വീണ്ടും തികച്ചും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മൂവി വീക്കെൻഡ് വരുവാണ്. അതെ, ഒരേ ദിവസം തന്നെ 4 സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. ഏത് സിനിമ ആദ്യം പോയി കാണും എന്നുള്ളൊരു കൺഫ്യൂഷൻ വീണ്ടും എല്ലാവർക്കും വരും. സോ ബുക്ക് യുവർ ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകൾ അന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യെസ്, ആദ്യം തന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയുടെ ബസൂക്ക. അതുപോലെ മമ്മൂക്കയുടെ ബസൂക്ക. ഡീനോ ഡെന്നിസ് ആണ് ഇതിന്റെ സംവിധായകൻ. അതെ, കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീനോ ഡെന്നിസ്. ആൻഡ് നമ്മുടെ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് ടീസർ വന്ന സമയം മുതലേ നമുക്കറിയാം. അതിനകത്ത് എനിക്ക് തോന്നുന്നു നല്ലൊരു മാസ് വേഷം തന്നെയായിരിക്കും. പിന്നെ അതിന്റെ നറേഷൻ ചെയ്യുന്നതും ഗൗതം വാസുദേവ് ആണ്. സോ ഇതൊരു ആക്ഷൻ ഗെയിം ത്രില്ലറാണ് മൊത്തത്തിൽ. ഇപ്പോൾ ബസൂക്ക എന്ന് പറഞ്ഞൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എന്താണ് ഈ ബസൂക്ക എന്ന് നോക്കുമ്പം പണ്ട് മിനി മിൽഷ്യ എന്നുള്ള ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും എന്താണ് ബസൂക്ക എന്നുള്ളത്. പിന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിലാന്ന് തോന്നുന്നു ഈ ഒരു ബസൂക്ക എന്ന് പറയുന്ന ഒരു വെപ്പണാണ്. നമ്മുടെ ഷോൾഡറിൽ വെച്ചിങ്ങനെ ഫയർ ചെയ്യുന്ന ഒരു വെപ്പണാണ് ആക്ച്വലി ബസൂക്ക എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ഇൻഫർമേഷൻ ആണ്. സോ അപ്പോൾ ഒരു ഫയർ ആയിരിക്കും ഈ സിനിമ. ഇതിനകത്ത് അതുപോലെ കാസ്റ്റ് വരുന്നത് ഐശ്വര്യ മേനോൻ, അതുപോലെ ഹക്കീം ഷാ. ഐശ്വര്യ മേനോൻ നമുക്കറിയാം ഒരുപാട് തമിഴ്, കന്നഡ, തെലുങ്ക് മൂവീസിലൊക്കെ. എനിക്ക് ഐശ്വര്യ മേനോന്റെ മൂവി ഓർക്കുമ്പോൾ നമ്മുടെ ശിവ അഭിനയിച്ച ഒരു മൂവിയുണ്ട്, ഒരു ഇതാണ് സ്പൂഫ് മൂവിയാണ്, തമിഴ് പടം 2.0. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അതിലെ നായികയായിരുന്നു ഐശ്വര്യ മേനോൻ. എനിക്ക് എപ്പോഴും ഐശ്വര്യ മേനോൻ കാണുമ്പോൾ ആ മൂവി ഓർമ്മ വരും. ആൻഡ് ഹക്കീം ഷാ നമുക്കറിയാം ഒരുപാട് മൂവീസ് എന്താ പറയുക നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ നല്ല കഥാപാത്രങ്ങളിലൂടെ തന്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമ്മി തിലകൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ ഒരുപാട് നല്ല സ്റ്റാർ കാസ്റ്റിംഗ് ഈ സിനിമയിലുണ്ട്. സോ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മരണമാസ്. യെസ്, എഗെയിൻ ബേസിൽ ജോസഫ്. ഞാൻ ബേസിലിന്റെ മൂവി എപ്പോൾ പറഞ്ഞാലും എഗെയിൻ ബേസിൽ മൂവി പറയും. കാരണം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വിജയ ചിത്രങ്ങൾ, അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കൊല്ലം എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനി, പിന്നെ പൊന്മാൻ, അങ്ങനെ അടുത്ത മൂവി വരുവാണ് മരണമാസ്. അതിനകത്തെ ആ കോസ്റ്റ്യൂം വേറൊരു വെറൈറ്റി രീതിയിലാണ്. ഒരുപാട് നാള് ബേസിൽ ഒളിപ്പിച്ചു വെച്ചൊരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു തൊപ്പിക്കകത്ത്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതുപോലെ ജിൻസി വേർഡ്സ് ആയിട്ടുള്ള പൂക്കി, റിസ്, അങ്ങനത്തെ കുറെ പരിപാടികൾ ഈ സിനിമയിലുണ്ട്. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ്. ഇപ്പൊ കറന്റ് നടക്കുന്ന കുറെ 2K കിഡ്സിനെ ട്രോളുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ട്രെയിലർ നമ്മൾ കണ്ടു. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമർ, ഒരു കോമഡി പാക്കേജ് തന്നെയായിരിക്കും. സോ ഇതിന്റെ കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ ട്രെയിലറിൽ കണ്ടു നല്ലൊരു ഒരുപാട് കോമഡി രീതിയിലുള്ള കഥാപാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനിഷ്മ ആണ് നായിക. യെസ്, അനിഷ്മ ഓൾറെഡി നല്ല മൂവീസ് അയാം കാതലിലെ നായികയാണ്, നായികയായിട്ട് വന്നു. അതേപോലെ തന്നെ രാജേഷ് ഇതിനകത്ത് അത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു നിഗൂഢത ഒരു പരിപാടിയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ട്രെയിലറിലൊക്കെ വന്ന് കാണുന്നത്. സോ പിന്നെ ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ് ആണ്. ആൻഡ് പ്രൊഡ്യൂസർ ടൊവിനോ ബേസിൽ കോംബോ. അതേപോലെ തന്നെ നമ്മുടെ എമ്പുരാൻ മൂവിക്ക് വേണ്ടിയിട്ട് അവരൊരു ആശംസ പോലെ ഇങ്ങനെ ചെയ്തായിരുന്നു. ബേസിൽ ജോസഫ് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മറ്റേ ഡ്രാഗൺ എന്ന് ചോദിച്ച സമയത്ത് ബേസിലിനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു മൂവിനെ എൻഹാൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ട്. സോ നെക്സ്റ്റ് മൂവി വന്നിട്ട് ആലപ്പുഴ ജിംഖാന. എനിക്ക് ഒരു പറ്റം യുവാക്കൾ അഭിനയിക്കുന്ന ഒരു മൂവിയാണ് ഇടിപ്പടം. യെസ്, അഗൈൻ ഇടിപ്പടം ഫ്രം ഖാലിദ് റഹ്മാൻ. അതിന്റെ സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ് ബ്രദറാണ്. സോ തല്ലുമാലയിലെ ആ ഒരു ഗ്രൂപ്പാണ് ഇതിൽ ചെയ്യുന്നത്. നസ്ലിൻ, അതുപോലെ ലുക്മാൻ, സന്ദീപ്, ബേബി ജീൻ, അനഘാരവിനെ നമുക്ക് കാതലിലെ മമ്മൂക്കയുടെ മകളായിട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും. അല്ലാതെ തന്നെ അനഘാരവിനെ ഓൾറെഡി എല്ലാവർക്കും ഫെമിലിയർ ആണ് ആളുടെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ. സോ അത്രയ്ക്ക് വലിയൊരു ക്രൂ തന്നെ ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ അകത്ത് പഞ്ചാര പഞ്ച് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സോങ് ഉണ്ട്. ഭയങ്കര സ്വാഗാണ്. എനിക്ക് പെട്ടെന്ന് സർപ്പട്ടപ്പരമ്പര എൻ്റെ ഫേവറേറ്റ് ഒരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അതിനകത്തുള്ള ഡാൻസിങ് റോസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ എനിക്ക് ഓർമ്മ വന്നു. ഡാൻസ് മൂവിലാണ് കഥാപാത്രത്തിന് എനിക്ക് പെട്ടെന്ന് അനഘയുടെ മൂവ്സ് എന്ന് ഓർമ്മ വന്നു.
പക്ഷെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഇതില്. സോ ട്രെയിലറൊക്കെ കണ്ടു. നെസ്ലിന്റെ ഫ്ലോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടായിരുന്നല്ലോ ഇത്രയും നാളും നെസ്ലിന്റെ എല്ലാ കഥാപാത്രവും ഓൾമോസ്റ്റ്. സോ അതിൽ നിന്നൊക്കെ മാറി ഒരു സ്വാഗ് ഒക്കെ നെസ്ലിന് വന്നിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഒരു പറ്റ യുവാക്കളുടെ യെസ് ഫയർ ആയിരിക്കും. നേരത്തെ ഹനുമാൻ കൈൻഡ് വന്നു, ഇപ്പൊ ബേബി ജീൻ റാപ്പ് സിംഗേഴ്സ് ഒക്കെ ഇപ്പൊ ഒരുമിച്ച് സിനിമയിലേക്ക് വരുന്നു. സോ എല്ലാരും തിയേറ്ററിൽ തന്നെ ഈ മൂവി വാച്ച് ചെയ്യാം. പിന്നെ അടുത്തത് തല മൂവി, സൂപ്പർ ഗുഡ് ബാഡ് അഗ്ലി. വീണ്ടും തൃഷ അജിത് കോംബോയില് എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയാ ഹിറ്റ് കോംബോ ആണല്ലേ. അദിക് രവിചന്ദ്രൻ ഡയറക്ടർ, നമ്മുടെ മാർക്ക് ആന്റണിയുടെ ഡയറക്ടറാണ് അദിക് രവിചന്ദ്രൻ. സോ മാർക്ക് ആന്റണി ഒരു കളർഫുൾ പടമായിരുന്നു, ഒരു ഗാങ്സ്റ്റർ മൂവി ആയിരുന്നു. സോ ഒരു എന്താ പറയുക ടൈം ട്രാവൽ രീതിയിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു നല്ല രീതിയിലാണ് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ പാർവേ ചെയ്ത ആളാണ്. അതേപോലെ വെറൈറ്റി പിടിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. 2015 ആദ്യമായിട്ട് ഒരു മൂവി ചെയ്യുന്നത് നമ്മുടെ ജി വി പ്രകാശിനെ വെച്ചിട്ട്. സോ അതിന്നൊക്കെ വേറെ രീതിയിലുള്ള മൂവീസ് ആണ് പിന്നെ വന്നുകൊണ്ടിരുന്നത്. ജി വി പ്രകാശിന്റെ മ്യൂസിക് തന്നെയാണ് ഇതിലും. യെസ്, അപ്പൊ നമുക്ക് ഇത് ഏതൊരു ടൈപ്പ് മൂവി ആണെന്നുള്ളതാണ് എക്സൈറ്റ്മെന്റ് ഇതിൽ. അതേപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹോളിവുഡ് മൂവി ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഹോളിവുഡ് മൂവി ഉണ്ട് ഗുഡ് ബാഡ് അഗ്ലി. സോ അതിൽ നിന്നൊക്കെ റെഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ അതേപോലെ നല്ലൊരു അടിപൊളി മൂവി ആയിരിക്കും. ഒരു തലയിൽ നിന്നൊരു ഹിറ്റ് മൂവി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന്റെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വന്നിട്ട് അതില് മറ്റേ എന്നടി മുനിയമ്മാനി അതിന്റെ ആ ഒരു മ്യൂസിക് വെച്ചിട്ടാണ് അതിന്റെ ട്രെയിലർ മൊത്തം വന്നത്. പഞ്ച് ചെയ്യുന്നതും ആ ഒരു കാറിന്റെ ഒരു ചേസിങ് ഒക്കെ വന്നിട്ടുള്ളത്. സോ അജിത്തിന്റെ പല നമ്മൾ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കാണാം. സോ 4 മൂവീസും സെയിം ഡേ ഇറങ്ങുവാണ്. എല്ലാവർക്കും പറ്റുമെങ്കിൽ 4 മൂവീസും പോയി കാണുക. പതുക്കെ ആയാലും കണ്ടാൽ മതി അല്ലേ. ഫസ്റ്റ് ഡേ കാണുവാണെങ്കിൽ ഫസ്റ്റ് ഡേ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം പുതിയ മൂവീസിന്റെ വിശേഷങ്ങളായിട്ട്.